ഹലോ എവരിവൺ, ഹോപ്പ് യു വെൽ. അങ്ങനെ ഒരു ആഫ്റ്റർ എ ലോങ് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും UPSC പ്രിപ്പറേഷനിലോട്ട് ബാക്ക് വന്നേക്കുവാണ്. അപ്പം ഇത്രയും ഒരു 1 ഇയർ ഗ്യാപ്പ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, അതായത് ലാസ്റ്റ് ഞാൻ UPSC എഴുതിയ ഒരു ടൈമിൽ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റി. ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്തു, ബട്ട് നോട്ട് അറ്റ് എ ലിസ്റ്റ്. അപ്പം ഒരു 1 ഇയർ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് വരുന്ന ഒരു മെൻ്റൽ സ്ട്രെയിന്, നമ്മളുടെ ഒരു ഹാർഡ് വർക്കിങ്, അതൊന്നും ഒന്നും അല്ലായിരുന്നു എന്ന്, അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ല എന്നറിയുമ്പം ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനും കാര്യങ്ങളും ഒരു സ്ട്രെസ്സും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ഒരു 1 ഇയർ ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 ഇയർ ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചു വരാമെന്ന് ഓർത്തു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരു ജോബ് കിട്ടി. അപ്പോൾ ആ ജോബുമായിട്ട് റിലേറ്റഡായിട്ട് കുറച്ച് മാറി നിൽക്കേണ്ട വന്നു. ബട്ട് ഇപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു വീണ്ടും UPSC എന്ന പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അത് അച്ചീവ് ചെയ്യണം എന്നൊരു ഇതിലോട്ട് വന്നു. അപ്പം എൻ്റെ ഒരു പുതിയ ഒരു സ്റ്റഡി റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വന്ന ആ ഒരു സ്റ്റേജുകൾ, അതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു ഡിഗ്രി കാലഘട്ടം തൊട്ടേ ഞാൻ UPSCക്ക് വേണ്ടി കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. പിന്നെ കോച്ചിങ് എന്ന് പറയാനാണെങ്കിൽ, ഞാൻ ഒരു പ്രിലിംസ് ഓറിയൻറ്റഡ് ഒരു കോഴ്സ് ട്രിവാൻഡ്രം സിവിൽ സർവീസ് അക്കാദമിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് പോയി പഠിക്കാൻ ഞാൻ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ബൈജൂസിൻ്റെ കോഴ്സ് എടുത്തായിരുന്നു. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബൈജൂസിൻ്റെ ക്ലാസ് ഒട്ടും വെർത്തായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിലൊട്ടും പ്രൊഡക്റ്റീവോ അതിലൊട്ടും ഹാപ്പി ആയിരുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ബൈജൂസിൻ്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, അത് ഓക്കെ ആയിരുന്നോ? ബട്ട് എനിക്കതൊട്ടും ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും സജസ്റ്റ് ചെയ്യുകയില്ല. ഇൻ കേസ് ഇനി എടുക്കുന്നവർ അത്രത്തോളം ആലോചിച്ച് ഓക്കെ ആണോ, അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. പിന്നെ UPSC സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെ കോച്ചിങ്ങിന് പോയാലും അല്ലെങ്കിൽ എത്ര മെൻറ്റർഷിപ്പ് ചെയ്താലും നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ടിനാണ് അവിടെ നമുക്ക് ബാക്ക് ടു കിട്ടുക. അപ്പോൾ നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവായി കൺസിസ്റ്റൻ്റായി പഠിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ UPSC നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറേ RBIയുടെയും SSCയുടെയൊക്കെ കുറേ എക്സാംസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു. ബട്ട് അപ്പം 100% എഫേർട്ട് ഞാൻ ഇടാത്തത് കൊണ്ടാവാം മേ ബി എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റാതായതും. അപ്പം ഞാൻ തന്നെ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇനി എഫേർട്ട് ഇടുമ്പം, അല്ലെങ്കിൽ ഒരു 1 ഇയർ എഫേർട്ട് ഇട്ടാൽ ആ 1 ഇയർ UPSCക്ക് മാത്രം എഫേർട്ട് ഇട്ട് പഠിച്ച് എഴുതാമെന്നൊരു ഒപ്പീനിയൻ ഞാൻ തന്നെ എടുത്തു. അപ്പോൾ ഇപ്പം 2025 ഞാൻ പഠിക്കാൻ പോകുന്നതും അങ്ങനെ ആ ഒരു 100% എഫേർട്ട് UPSCക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ വേറൊരു എക്സാമിനോ വേറൊന്നിനോ, ഇപ്പം ഓൾറെഡി ഒരു ജോബുണ്ട്, അപ്പോൾ അതിൽ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തേക്കുവാണ് ഞാൻ. ആ ബ്രേക്കിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ലോങ്ലി ആയിട്ട് പഠിക്കാനാണ് ഞാനിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 1 മന്തായി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഒരു 6 hours തുടങ്ങിയ എൻ്റെ ഒരു സ്റ്റഡി ജേർണി ഞാനിപ്പോൾ ഒരു 10 hours എത്തിച്ചിട്ടുണ്ട്, അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് തന്നെ. അപ്പം ആ ഒരു ജേർണിയെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പം ബിഗിനേഴ്സ്, അതായത് ഫസ്റ്റ് ടൈം UPSCയിലോട്ട് വരുന്ന കുട്ടികളോട് എനിക്കിപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും പഠിക്കുമ്പം കുറേ ടെസ്റ്റുകളുടെ പുറകെയോ കുറേ സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ ഒന്നും പുറകെ അല്ലെങ്കിൽ കുറേ കോച്ചിങ്ങിൻ്റെ പുറകെ ഒന്നും പോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്താണോ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണോ ഓക്കെ, അത് തന്നെ കൂടുതൽ എഫേർട്ട് ഇട്ട് റിവിഷൻ ചെയ്യുക, കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, പ്രൊഡക്റ്റീവ് ആവുക, പിന്നെ കുറേ സ്മാർട്ട് വർക്ക് ചെയ്യുക. ഈ സ്മാർട്ട് വർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പം ഇതിലേതാണ് UPSCക്ക് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് വായിക്കേണ്ടത്, കുറേ ടൈമിൽ നമുക്കൊന്നും മനസ്സിലാവാതെ കുറേ എന്തൊക്കെയോ വായിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും അതിന് കിട്ടില്ല. അപ്പം UPSC എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക, അതൊന്ന് അനലൈസ് ചെയ്യുക. അതിലെന്താണ് അവർ ചോദിച്ചേക്കുന്നത്, ഏത് ഭാഗമാണ് കൂടുതൽ അവർ ഫോഴ്സ് ചെയ്തേക്കണം, നമ്മളെടുത്ത് ഫോഴ്സ് ചെയ്ത് അവർ ചോദിച്ചേക്കണേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫെമിലിയർ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിനെയും NCERTനെയൊക്കെ കുറച്ച് അപ്രോച്ച് ചെയ്താൽ, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, അപ്രോച്ച് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് സെലക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കോച്ചിങ്ങിന് പോകുന്നവർ അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഓക്കെ പോവുക. പിന്നെ കുറേ, അതായത് നമ്മൾക്ക് ഇപ്പം UPSC സംബന്ധിച്ചിടത്തോളം
എപ്പോഴും നമ്മൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് കറണ്ട് അഫേഴ്സിലൂടെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ടൈമുള്ള അനുസരിച്ച് ന്യൂസ് വായിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അത് ഇടയ്ക്കൊന്ന് റിവിഷൻ ചെയ്യുക, അങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് നോക്കുന്നവർ കൂടുതൽ സ്റ്റാൻഡേർഡ് ബുക്സ് തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ മെയിൻസിലോട്ട് വരുമ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൻസർ റൈറ്റിങ്. അത് നമ്മൾ ഡെയിലി ഒരു വീക്കിലി ഒരു 5 or 6 നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൻസർ എഴുതുക. അത് തന്നെ ഒന്ന് നമ്മൾ റീചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്ന ഫ്രണ്ട്സിന് നമ്മൾ ഒന്ന് സജസ്റ്റ് ചെയ്യുക, ഒന്ന് അവരുടെ ഒരു ഒപ്പീനിയൻ കൂടെ നമ്മൾ ചോദിക്കുക. പിന്നെ ടോപ്പേഴ്സിൻ്റെ കുറേ ആൻസേഴ്സ് ഉണ്ട്, അത് നോക്കുക. അങ്ങനെ നമ്മൾ അതും ഒന്ന് ടൈം എടുത്ത് അതും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏറ്റവും പാഷനുള്ളൊരു സബ്ജക്റ്റ്, അറിയാവുന്ന ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ ഇത്രയും ടയേർഡായിട്ട് ഇത് പഠിക്കുന്ന ടൈമിൽ ഇപ്പം ചിലർക്ക് എക്കണോമിക്സ് ഭയങ്കര ടഫായിരിക്കും, പൊളിറ്റി ടഫായിരിക്കും. അതൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾക്കൊരു ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഓക്കെ ആയിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ ഒരു 12 hours അല്ലെങ്കിൽ 16 hours അങ്ങനെയൊന്നും അല്ല പഠിക്കണമെന്നൊന്നുമല്ല. എത്ര ടൈം പഠിച്ചാലും ആ ടൈമിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എടുക്കുക, കുറച്ച് ബ്രേക്ക് എടുത്ത് പഠിക്കുക, അങ്ങനെ കുറച്ച് റിലാക്സ് ആവുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ എല്ലാം ഇൻക്ലൂഡാക്കി ഒരു ചിട്ടയായ ഒരു പഠനം. കൺസിസ്റ്റൻസി ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ UPSC. അതായത് നമ്മൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പഠിക്കാൻ ശ്രമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു 1 year നമ്മൾ 100% എഫേർട്ട് എടുത്താൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. നമ്മൾ എഫേർട്ട് ഇടാതെ നമ്മളോട് തന്നെ കുറച്ച് സിൻസിയറായി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ടും കിട്ടും. പിന്നെ ഞാനിപ്പം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗിൽ ഒരു 4 o'clock സ്റ്റാർട്ട് ചെയ്താൽ ഒരു 10 o'clock അല്ലെങ്കിൽ ഒരു 11 o'clock വരെ കറക്റ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഒരു കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് എനിക്കിപ്പം പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ 1 day കൊണ്ടോ 2 day കൊണ്ടല്ല, ഒരു ടൈം എടുത്ത് ആദ്യമേ ഒരു 6 hours തുടങ്ങി എൻ്റെ ഒരു ജേർണിയാണ് ഇപ്പോൾ 10+ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റഡീസിൽ UPSC അല്ലെങ്കിൽ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാമും ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഒരു 2 hours പഠിക്കുക, പിറ്റേ ദിവസം അത് 3 hours ആക്കുക, 4 hours, അങ്ങനെ ജനറലി അങ്ങനെ ടൈം കൂട്ടി കൊണ്ടുവന്ന് പഠിച്ച് സെറ്റാക്കി എടുക്കാം. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ തന്നെ സ്ട്രോങ് ആണ്. UPSCയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് അപ്പ് ആൻഡ് ഡൗൺ. അത് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് ഒരാളുടെയോ രണ്ടാക്കോ അല്ല, നമ്മളെല്ലാവർക്കും. ഇപ്പം ഞാൻ കടന്നുപോയൊരു വഴിയിലും എനിക്കും ഒരുപാട് ഡിപ്രഷനും മെൻ്റൽ ഹെൽത്തിനും ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ബട്ട് അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നവർക്ക് മാത്രമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് UPSC എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് കിട്ടും.